Hi, Namaste, welcome back viewers, welcome back to my channel Maintainer. Forex market നമ്മുടെ സോഫ്റ്റ്വെയർ ഇന്ന് കാണിച്ച പെർഫോമൻസ് ആണ്. ഇന്ന് 23 മാർച്ചിലെ പെർഫോമൻസ് ആണ്. മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് 2 ദിവസമായിട്ട് ഡൗൺ ആണ്. 2 ദിവസമല്ല, ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഡൗൺ തന്നെ. പ്രോപ്പറായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് നമുക്ക് തന്നിട്ടില്ല സോഫ്റ്റ്വെയർ. അതിൽ 31 അവറിലത് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ് ട്രെൻഡാണ്. അപ്പോൾ അപ് ട്രെൻഡ് നമുക്ക് സിഗ്നൽ തന്നെങ്കിലും നമുക്ക് അവിടെ കൺഫേം ആയില്ല. സ്ട്രോങ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് നമ്മുടെ 30 മിനിറ്റ്സ് അവിടെ പറയുന്നില്ല. അവിടെ നമുക്ക് സെല്ല് എക്സിറ്റ് ചെയ്യാം, പക്ഷേ അവിടെ ബൈ ട്രേഡ് എടുക്കാനുള്ളൊരു ട്രേഡ്, അതായത് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ട്രെൻഡിലേക്ക് നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് അവിടെ എടുക്കണമെങ്കിൽ സ്കാൽപ്പിംഗ് അടിച്ച് നമുക്ക് അവിടെ ട്രേഡ് എക്സിറ്റ് ചെയ്യാം. പക്ഷേ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ട്രേഡ് അവിടെ അവോയ്ഡും ചെയ്യാം. ഫേക്ക് ആയിട്ട് വന്ന ട്രേഡ് കറക്റ്റായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിൽ 31 അവറിൽ കറക്റ്റായിട്ട് ട്രേഡ് കാണിച്ചിട്ട്, പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ നമ്മൾ സ്കാൽപ്പിങ്ങിൽ 15-ലോ 5-ലൊക്കെ നമുക്ക് ട്രേഡ് എടുത്ത് മാറാം. പക്ഷേ 5-ലും 55-ൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ട് ഒരുപാട് ട്രേഡ് കിട്ടും, പക്ഷേ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് അവോയ്ഡ് ചെയ്യും. നമ്മൾ 30 മിനിറ്റ്സിലെ ടൈം ഫ്രെയിം കറക്റ്റായിട്ട് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിം. ഇന്നത്തെ 5-ലും കൂടെ ട്രേഡ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച ട്രേഡും കൂടെ കാണിച്ചു തരാം. ഇന്നത്തെ 5-ൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിലൊരു ബൈ വന്നു, അത് കഴിഞ്ഞൊരു സെല്ല്, പിന്നെ ബൈ, പിന്നെ സെല്ല്. ആ 2 സെല്ലും നല്ല ആക്യുറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ബൈയെ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൽ കയറി, അവിടെ നിന്ന് കയറി കൺഫേം ആയ സമയത്ത് റിവേഴ്സ് പോയി, പിന്നെ തിരിച്ചിപ്പം ചെറുതായിട്ട് പിന്നെയും കയറാൻ ശ്രമിക്കുന്നു. ഇതിൽ നമുക്ക് രാവിലെ വന്ന ബൈ കൺഫേം അല്ല, തിരിച്ച് വന്ന സെല്ല് കൺഫേം ആയിരുന്നു, കറക്റ്റ് ട്രേഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ബൈയും കൺഫേം അല്ല, പിന്നെ വന്ന സെല്ല് കറക്റ്റ് ട്രേഡ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും തിരിച്ച് ലാസ്റ്റ് മാർക്കറ്റ് നല്ലൊരു ഡൗൺ അടിച്ചിട്ടാണ് പിന്നെ ബൈ വന്നത്. ബൈ പെട്ടെന്ന് കയറുമായിരുന്നു, കയറി സഡൻ ആയിട്ട് ഹൈക്ക് അടിച്ച് മാർക്കറ്റ് കൺഫേം ആയ സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത് 30-ൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുമുണ്ട് താനും. അപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രീൻ കളർ എപ്പാനുമാണ് ബൈ, റെഡാണ് സെല്ല്. അപ്പോൾ ഇത് സെല്ല് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് തലേ ദിവസം, അതായത് നമുക്ക് ഫ്രൈഡേ ഒരു 4 മണിക്ക് ശേഷം ഇറങ്ങിയ മാർക്കറ്റാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ഡൗൺ ആയിരുന്നു. ഇപ്പോൾ സെല്ല് വന്ന ശേഷം ആ സമയത്ത് താഴെ വളരെ റെഡ് ഉണ്ടായിരുന്നു. സപ്പോർട്ട് അടിച്ച് കഴിഞ്ഞ് മാർക്കറ്റ് താഴ്ത്തിറങ്ങി, അവിടുന്ന് താഴ്ത്തിറങ്ങി, ഇന്നും ഇപ്പോഴും താഴ്ത്തിറങ്ങി. അപ്പോൾ 2 ദിവസമായിട്ട് ഡൗൺ ആണ്. ഇപ്പോഴാണ് ബൈ വന്നപ്പോൾ 3 മണി, പക്ഷേ അത് കൺഫേം അല്ല. സിഗ്നൽ കൺഫേം ആയതിനു ശേഷമേ നമ്മൾ ട്രേഡ് എടുക്കുക. ഇതിന് മുമ്പും നമ്മൾ 30-ൽ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു ചെറിയ ബൈ വന്നിട്ടുണ്ട് ഫ്രൈഡേ. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസമായിട്ട് നല്ലൊരു ഡൗൺ സൈഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബൈ പോയത്. ഈ ബൈ സ്കാൽപ്പിങ്ങിൽ കിട്ടിയിട്ടുണ്ട്, അവിടുന്ന് ചെറിയൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ 30-ൽ കൺഫേം ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്ന് റിവേഴ്സ് പോയി. അപ്പോൾ ട്രേഡ് കൺഫേം ആയിട്ട് റിവേഴ്സ് പോകുന്ന സാഹചര്യം നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് റിവേഴ്സ് പോയാൽ നമുക്കത് ഇൻഡിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്ന എക്സ്ട്രാ കളറിലൂടെയാണ് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കളർ കാണിച്ചു തരും. അതോടൊപ്പം റിവേഴ്സ് പോകുന്നതായിട്ട് ഇവിടെ നിന്ന് അറിയാനും പറ്റും. നമ്മുടെ സൈഡിൽ ട്രെൻഡിൽ പെട്ടെന്ന് റിവേഴ്സ് പോകുമ്പോൾ നമുക്ക് ഇത്രയും 30-ൽ നല്ലൊരു ഡൗൺ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് 5-ൽ ഇവിടെ ട്രെൻഡ് റിവേഴ്സ് ആകുന്ന അറിയാൻ പറ്റും. അപ്പം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ലോസിലേക്ക് പോകുന്നതിന് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ ഈ സൈഡിൽ ട്രെൻഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്കത് ബൈ ഇപ്പോൾ കൺഫേംഡ് അല്ല. ബൈ ഇനി തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ച് നമുക്ക് ഡൗൺ സിഗ്നൽ തന്ന അവിടെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പോൾ കറൻലി നോക്കുമ്പോൾ താഴത്തെ കൺഫർമേഷൻ ബാർ റെഡായി സിഗ്നൽ മാർക്കറ്റ് സെല്ലിൽ തന്നെയാണ് 30-ൽ പറയുന്നത്. പക്ഷേ നമുക്ക് 5 മിനിറ്റ്സിൽ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കറൻലി ലാസ്റ്റ് വന്ന സെല്ല് പ്രകാരം നമുക്കത് കൺഫേം അല്ല, തിരിച്ച് മാർക്കറ്റ് കയറുന്നുണ്ട്. ഇവിടെ ഒരു ബൈ വന്നു കഴിഞ്ഞാൽ നമുക്കത് 5 മിനിറ്റ്സ് ട്രേഡ് എടുക്കാം. പക്ഷേ റെസിസ്റ്റൻസ് ലെവൽ സ്ട്രോങ് അല്ല. ഇതിന് മുമ്പ് വന്ന സെല്ല് നോക്കുകയാണെങ്കിൽ കറക്റ്റ് താഴെ ഉള്ള റെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ട്രേഡ് എടുക്കാം. അതിന് റിട്രേസ്മെൻറ്റിന് പിന്നെയും ഡൗൺ പോയി. ഇപ്പോൾ ലാസ്റ്റ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഡൗൺ പോയ ശേഷമാണ് പിന്നെ ഒരു ബൈ കയറിയത്. അപ്പം 5 മിനിറ്റ്സിൽ നമുക്ക് കറക്റ്റ് ട്രേഡ് കിട്ടും. പക്ഷേ 30 കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേക്ക് ട്രേഡ് ഒരുപാട് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും.